ഇന്ന് റൈറ്റ് സർക്കുലർ കോൺ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഓഫ്സെറ്റ് മെത്തേഡിലൂടെയാണ് നമ്മളത് ഡ്രോ ചെയ്യുന്നത്. ഓഫ്സെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ഒരു മോഡലിൽ അതേ ഡയമെൻഷനിൽ ഒരു ക്യൂബോയിഡ് ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം ഡ്രോ ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഇൻസൈഡിൽ ഇന്നറിൽ നമ്മൾ റൈറ്റ് സർക്കുലർ കോൺ ഡ്രോ ചെയ്യുകയാണ്. റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ ബേസും ഹൈറ്റും കറക്റ്റ് 90 ഡിഗ്രി കോണിക്കൽ, കറക്റ്റ് കോണിക്കൽ ഷേപ്പ്, അതാണ് അതിൻ്റെ മീനിങ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് ബേസ് ഡയമീറ്റർ 60 mm. ബേസിന്റെ ഡയമീറ്റർ 60 mm ആണ്, ഹൈറ്റ് 80 mm ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബേസ് 60 mm സ്ക്വയർ വരത്തക്ക രീതിയിൽ, ഹൈറ്റ് 80 mm വരുന്ന രീതിയിൽ ഒരു ഐസോമെട്രിക് ക്യൂബോയിഡ് ഡ്രോ ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് എന്ന് പറഞ്ഞ വേർഡ് കൂടി ചേർക്കണം. ഐസോമെട്രിക്. അതിനു വേണ്ടി നമ്മൾ താഴെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഡ്രോ ചെയ്യുകയാണ്. വളരെ ലൈറ്റ് ആയിട്ട്, തിന്നായിട്ട് വേണം നമ്മൾ ഡ്രോ ചെയ്യാൻ. തെളിച്ചം കുറച്ച് വേണം ഡ്രോ ചെയ്യാൻ. ഞാൻ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക, ഒരു അപ്രോക്സിമേറ്റ്ലി സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് 30 ഡിഗ്രി ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്യാം. ഐസോമെട്രിക് ഫീൽ കിട്ടാനാണ്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും 30 ഡിഗ്രി ഡ്രോ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്കും 30 ഡിഗ്രി ഡ്രോ ചെയ്യാം. നമുക്ക് ഹൈറ്റ് ഇത് മെഷർമെന്റ് നമുക്ക് 60 mm ആണ്. ബേസ് 60 mm ആണ്. അപ്പൊ നമ്മൾ 60 mm ഇവിടെ എഴുതുന്നു. ആണ്. ഈ മെഷർമെന്റും 60 mm ആണ്. നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 80 mm ആണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് 80 mm ഡ്രോ ചെയ്യാം. ഇത് 80 mm ഹൈറ്റ്. ഇതാണ് നമ്മളൊരു ഐസോമെട്രിക് ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്. അതാണ് റൈറ്റിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് ലെങ്ത് 60 mm, ലെഫ്റ്റിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് 60 mm, ബ്രെഡ്ത്ത്, ഹൈറ്റ് 80 mm. അത് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. റൈറ്റ് സൈഡിലേക്ക് 30 ഡിഗ്രി, ലെഫ്റ്റിലേക്ക് 30 ഡിഗ്രി, ടോപ്പിലേക്ക് 90 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യേണ്ട ലൈൻസ് ഐസോമെട്രിക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കറിയാം ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. ബോക്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 80 mm സെറ്റ് സ്ക്വയർ സ്കെയിലും വെച്ച് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. നമ്മൾ ഈ ഡ്രോ ചെയ്തത് ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. അതേപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ 80 mm ഡ്രോ ചെയ്യാണ്. ഈ ലൈന് പാരലൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ ലൈനെല്ലാം സിംഗിൾ ആരോസ് കൊടുത്തത്. ഇതും 80 mm ആണ്. ഈ മെഷർമെന്റും നമുക്ക് 80 mm വരും. നമ്മൾ ഈ ക്യൂബോയിഡ് കംപ്ലീറ്റ് ചെയ്യാണ്. ക്യൂബോയിഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവിടെ കാണുന്ന ഈ ലൈന് നമുക്കിത് ഡബിൾ ആരോ കൊടുക്കാം. ഈ ലൈന് പാരലൽ ആയിട്ട് ഇവിടെ ലൈൻ ഡ്രോ ചെയ്യുന്നു. അല്ലെങ്കിൽ കറക്റ്റ് 80 mm ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താലും മതി. സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ചിട്ട് വേണം ഡ്രോ ചെയ്യാൻ. ഈ ലൈൻ കറക്റ്റ് ആയിട്ട് 80 mm. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും ഈ ലൈന് പാരലായിട്ട് ഇവിടെ ലൈൻ ഡ്രോ ചെയ്യാണ്. നമുക്ക് 3 ആരോസ് കൊടുക്കാം. ഈ ലൈന് പാരലായിട്ട് നമ്മൾ ഇവിടെ ലൈൻ ഡ്രോ ചെയ്യും. അല്ലെങ്കിൽ ഇത് 80 mm ആയതുകൊണ്ട് ജസ്റ്റ് ജോയിൻ ചെയ്താലും മതി. 3 ആരോസ്. നമുക്ക് ക്യൂബോർഡ് ബോക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരയ്ക്കണം. ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ലൈൻ ഡ്രോ ചെയ്യണം. അത് നമുക്ക് ഡ്രോ ചെയ്യാം. ഈ ലൈനിന് പാരലായിട്ട് സ്കെയിലും സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 3 ആരോ കൊടുക്കാം. അതുപോലെ ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യും. ഇവിടെ നമ്മൾ ഈ 2 ലൈനിന് പാരലായിട്ട് ഈ 2 ഡബിൾ ആരോന് പാരലായിട്ടാണ് ഈ ലൈൻ ഡ്രോ ചെയ്യുന്നത്. ട്രിപ്പിൾ ആരോന് പാരലായിട്ട് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്യുന്നു. നമ്മൾ ക്യൂബോർഡ് ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ കോൺ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യൂബോർഡിന്റെ ഇവിടെ ഒരു ഹിഡൻ എഡ്ജുകളുണ്ട്. കാരണം ഇത് ബേസ് സ്ക്വയർ ആണ്, പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോട്ടർ ലൈൻ ഹിഡൻ എഡ്ജ് നമ്മൾ ഡോട്ടർ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. ബേസ് സർക്കുലർ ഷേപ്പ് ആണ്. പക്ഷെ 3D ഒബ്ജക്റ്റ് 2D ബോർഡിൽ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മളത് എലിപ്സ് ആയിട്ട് ബേസ് സ്ക്വയർ ആണെങ്കിലും ബോർഡിൽ ഡ്രോ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഡ്രോ ചെയ്യണം. എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഡ്രോ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ എല്ലാം സെന്റർ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെന്ററുകൾ മാർക്ക് ചെയ്യുന്നു. സെന്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിൽ ഈ പോയിന്റിൽ നിന്നും ഒരു ഇൻവേർട്ട് വി ഡ്രോ ചെയ്യുകയാണ്. അതായത് ഇൻവേർട്ടഡ് വി, തലതിരിഞ്ഞിരിക്കുന്ന ഒരു വി ഡ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും നമ്മളൊരു വി ഡ്രോ ചെയ്യുന്നു. അതായത് ഈ പോയിന്റിൽ നിന്നും ഒരു വി ഇൻവേർട്ടഡ് ഡ്രോ ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്നും വി ഡ്രോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4 സെന്റർ മെത്തേഡിലൂടെയാണ് എലിപ്സ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കോമ്പസ് കുത്തുന്ന 4 പോയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ വി ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പോയിന്റ്സ്. ഇതാണ് 4 സെന്റർ. കോമ്പസ് പോയിന്റ് ചെയ്യുന്ന, കോമ്പസ് കുത്തുന്ന 4 പോയിന്റ്. ഇനി അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. ഫസ്റ്റ് ഈ പോയിന്റിന് പോയിന്റ് ചെയ്തിട്ട്, കോമ്പസ് പോയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ആർക്ക് ഡ്രോ ചെയ്യുക. ഇതുപോലൊരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ടോപ്പ് പോർഷനിലും ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ പോയിന്റ് ചെയ്തിട്ട് ഒരു സ്മോൾ ആർക്ക് ഉണ്ട്. ഒരു സ്മോൾ ആർക്ക് പോയിന്റ് ചെയ്യാം. അതുപോലെ ഈ പോയിന്റിൽ പോയിന്റ് ചെയ്തിട്ട് ഇവിടെയും ഒരു ആർക്ക് ഡ്രോ ചെയ്യാം.
ഇനി നമുക്ക് അറിയാം കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് പോർഷൻ പോയിന്റ് ആണ്. പ്രിസം എന്ന് പറഞ്ഞാല് ബേസും ടോപ്പും ഒരേപോലെ ഇരിക്കുന്നതിനാണ് പ്രിസം എന്ന് പറയുന്നത്. കോൺ എന്ന് പറഞ്ഞാല് ടോപ്പ് എപ്പോഴും സിംഗിൾ പോയിന്റ് ആയിരിക്കും, കൂർത്തു വന്നിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ഒരു പോയിന്റ് ആയതുകൊണ്ട് ആ ഒരു പോയിന്റ് ഫൈൻഡ് ചെയ്യണം. ആ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരേ സൈഡിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. സെന്റർ ലൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഫിഗർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഡാർക്കൺ ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കോണിന്റെ ടോപ്പ് പോയിന്റ് കിട്ടും. ഇതാണ് കോണിന്റെ ടോപ്പ് ആയിട്ട് വരുന്ന പോയിന്റ്. ഇനി ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺ കിട്ടും. ഇതിങ്ങനെയാണ്. ബേസിന്റെ എഡ്ജിൽ നിന്നും ബോട്ടം ഷേപ്പ് ഫുള്ള് വിസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഡോട്ടഡ് ആക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പോർഷൻ നമുക്ക് ഡോട്ടഡ് ആണ്, വിസിബിൾ അല്ല. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് സർക്കുലർ കോണിന്റെ ഐസോമെട്രിക് വ്യൂ ഡ്രോ ചെയ്യുന്നത്.